ഹലോ എവരിബഡി, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ടം പൊരിയാണ്. അതായത് തൈര് ചേർത്തുണ്ടാക്കുന്ന ഒരു ഉണ്ടം പൊരി. ഇതിന് ആവശ്യമായ സാധനങ്ങൾ 2 കപ്പ് മൈദ മാവ്, ഒരു 1/2 കപ്പ് ഗോതമ്പ് മാവ്, പഞ്ചസാര ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിന് പഴം ചേർത്ത് കഴിയുമ്പോൾ മധുരം നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ, കുറച്ച് തൈര്, ഒരു 3 ഏലക്ക പൊടിച്ചത്, ഒരു നുള്ളു ഉപ്പ്, പിന്നെ പാളയംകോടൻ പഴം. ഇത് പാളയംകോടൻ പഴം, ഇത് ചെറിയ പഴമായതുകൊണ്ട് ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്. വലിയ പഴമാണെങ്കിൽ നമുക്കൊരു 2 or 3 മതിയാവും. ഗോതമ്പ് മാവും മൈദയും കൂടെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇതിന് ശേഷം നമ്മളൊരു 1/4 സ്പൂൺ ഉപ്പ് ഇതിലിടണം. ഇനി നമുക്ക് ഈ പഴം പിന്നെ നിങ്ങൾക്ക് കൈ കൊണ്ട് എടുക്കാൻ മടിയാണെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താൽ മതി. ഞാൻ സാധാരണ കൈ കൊണ്ടാണ്, എന്നാലും എനിക്ക് അതിൻ്റെ ആ കോൺസിസ്റ്റൻസി മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ ഓരോ പഴമായിട്ട് ഇതിൽ കുഴച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഇതിൽ പഴമെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലോട്ടിനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, 1/2 കപ്പ് തേങ്ങ ഇടുക. ഇതിനകത്ത് ഞാൻ വെള്ളം ചേർക്കത്തില്ല. പിന്നെ അപ്പോൾ ഈ തേങ്ങയുടെയും പഴത്തിൻ്റെയൊക്കെ ഒരു നനവ് കൊണ്ടാണ് നമ്മൾ ഉണ്ട പിടിക്കുന്നത്. പിന്നെ തൈര് ചേർക്കും. ഇനി നമ്മൾ പഞ്ചസാര ചേർക്കുക. ഈ ഏലക്ക പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ഇതിലോട്ട് ചേർക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ല നനവ് വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഇതിലോട്ട് ഈ തൈര് കുറേശ്ശെയായിട്ട് ചേർത്ത് ഞാനിപ്പം 2 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇതിനെ നല്ലപോലെ ഉരട്ടി വയ്ക്കുക. തട്ടിപ്പൊത്തി ഒരു 5 മിനിറ്റ് ഇതിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മധുരം നോക്കാവുന്ന മധുരം നോക്കി, അതായത് പാളയംകോടൻ പഴത്തിൻ്റെ മധുരം പറയാനൊക്കത്തില്ല, ചിലത് നല്ല മധുരമായിരിക്കും. അപ്പോൾ മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം ഗോതമ്പ് പൊടി, മൈദാമാവ്, തേങ്ങ, പിന്നെ പഞ്ചസാര, ഇച്ചിരി ഉപ്പ്, തൈര്, ഏലക്കാപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്താണ്. അപ്പോൾ ഇത് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനിതെടുത്ത് ചെറിയ ചെറിയ ബോൾസാക്കി വെക്കുകയാണ്, നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്വല്പം നെയ്യ് നമ്മുടെ കൈവെള്ളയിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇടാം. അപ്പം നമുക്ക് തീ ഒന്നൊരു മീഡിയം ഇതിൽ വയ്ക്കാം. ബ്രൗൺ ആയപ്പോൾ ഞാനെല്ലാം ഒന്ന് തിരിച്ചിടുകയാണ്. തിരിച്ചും മറിച്ചും ഇട്ടിനി ഒരു ഗോൾഡൻ ബ്രൗൺ, ഒത്തിരി കറക്കണ്ട,
ഒത്തിരി കറുത്താൽ ഇതിന് സോഫ്റ്റ്നെസ് കാണത്തില്ല അത്ര. എന്നാൽ അത് വേഗം വേണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് നമുക്കവനെ മൂപ്പിച്ചെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ, ഒരു പ്ലേറ്റ് വെച്ച് അതിലോട്ടാണ് ഞാനിത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മളിതാ വളരെ എളുപ്പത്തിൽ ഈ സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.